നീ ഒരു ഭയങ്കര സംഭവമാണ്. ലോകത്തിന് നീ ആരെന്നറിയത്തില്ല. ലോകം നോക്കുമ്പോൾ നീ കംപ്ലീറ്റ് ഫെയിലിയർ എല്ലായിടത്തും. ലോകത്തിന്റെ മുമ്പിൽ കംപ്ലീറ്റ് പരാജയമാണ് നീ. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു അഭിഷിക്തനാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു മാനപാത്രമാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീ പൊന്നു മകനാണ്. ദൈവത്തിന്റെ മുമ്പിൽ നീ പൊന്നു മകളാണ്. നീ പ്രഷ്യസ് ആണ്. നീ പറയും, എന്നെ കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല, എന്നെ ഫോൺ ചെയ്യാൻ ആരുമില്ല, എന്റെ കാര്യങ്ങൾ അറിയാൻ ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. പക്ഷേ കർത്താവ് പറയുന്നു, ഈ ഭൂമിയിലുള്ള ഇവരൊക്കെ സഹായിച്ച് എത്ര സഹായിക്കും? മുഴു സ്വർഗം നിന്നെ കാണുകയാ. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുകയാണ്. ഇവിടെ ആരുമില്ല, കല്ലറ കിടക്കുക. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, അവരെല്ലാം ഒരു സമയം കഴിഞ്ഞ് നമ്മളെ വിടും. നമ്മൾ ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ ഇവരെ ബന്ധുക്കളെല്ലാം കൂടെ വന്ന് ICU കിടക്കുമോ? നമുക്ക് കൂട്ട് കിടക്കുമോ? കൊറോണ വന്നു, ചേട്ടൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. എനിക്കും അങ്ങ് ചെന്ന് കൂട്ട് കിടന്നേ പറ്റുമെന്ന് ഏതെങ്കിലും ഭാര്യമാരോ ഭർത്താക്കന്മാരോ കരയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പോയ ഞാനും പെട്ടിയിലാവുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ആരും പോകൂല. മനസ്സിലായോ? ഒരു വിഷയം വന്നാൽ നിന്റെ കൂടെ ചാവാൻ ഒരു മനുഷ്യരും കാണൂലെന്ന്. പക്ഷേ നീ ICUക്കകത്ത് കിടന്നാൽ നിന്റെ കൂടെ ചാരത്ത് വന്നിരിക്കാൻ എൻ്റെ കർത്താവ് യേശു ഉണ്ട്. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഇല്ല എങ്കിലും യേശു കർത്താവ് നിന്റെ കൂടെ വന്നിരിക്കാൻ തയ്യാറാ. ആരും നിന്റെ കൂടെ കാണത്തില്ല, പക്ഷെ എൻ്റെ കർത്താവ് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ കർത്താവ് ഈ ഭൂമിയിൽ ഏത് പാതാളത്തിൽ ചെന്ന് കിടന്നാലും എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. അവിടെ വെച്ച് നിന്നെ ദൈവം മാനിക്കും. അവിടെ വെച്ച് നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് നിനക്കൊരു മെസ്സേജ് തരും. അവിടെ വെച്ച് ദൈവം പറയും, ഇവിടെ കേറി വരിക.